ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഗ്രീൻ ഗൈഡ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. അപ്പോൾ സർവേയിങ്ങിലെ അടുത്തൊരു പുതിയൊരു ചാപ്റ്ററാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, തിയോഡോലൈറ്റ്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓവർസിയർ ലെവൽ എക്സാമിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണിത്. നമുക്ക് നോക്കാം. തിയോഡോലൈറ്റ് സർവേയിങ്. ഓക്കെ, അപ്പോൾ തിയോഡോലൈറ്റ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ് നമുക്കറിയാം അല്ലെ? ഈ ഫിഗർ നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ സർവേയിങ്ങിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. അപ്പോൾ നമ്മളിതിനെ യൂണിവേഴ്സൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് കൂടി പറയും. നമ്മളിത് ഉപയോഗിക്കുന്നത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഹൊറിസോണ്ടലും വെർട്ടിക്കൽ രണ്ട് ആംഗിൾസും മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ അറ്റ് എ ടൈം യൂസ് ചെയ്യുന്നതാണ് തിയോഡോലൈറ്റ്. ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ട് വാല്യൂ 20 സെക്കൻഡ് ആണ്. അപ്പോൾ ഇതിലിനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റ് നമുക്ക് വരുന്നത് ഇതിൻ്റെ പാർട്സ് ഓരോന്നായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ഈ ഒരു വലിയൊരു ഇൻസ്ട്രുമെൻസിൻ്റെ അകത്ത് കുറച്ച് കുഞ്ഞു ഒരു 10ഓളം വരുന്ന ചെറിയ ചെറിയ പാർട്സ് ഉണ്ട്. അപ്പോൾ ഓരോന്നും എന്തിനാണെന്നും അതിൻ്റെ യൂസ് എന്താണെന്നും നമുക്ക് നോക്കാം. ഓക്കെ, പാർട്സിന് മുന്നേ ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. നമ്മൾ 2 ടൈപ്പ് തിയോഡോലൈറ്റ് പറയുന്നുണ്ട്. അതിൻ്റെ റൊട്ടേഷൻ ഓഫ് ടെലസ്കോപ്പിൻ്റെ ബേസിസിൽ നമ്മൾ 2 ടൈപ്പ് തിയോഡോലൈറ്റ് പറയുന്നുണ്ട്, ട്രാൻസിറ്റ് തിയോഡോലൈറ്റും നോൺ ട്രാൻസിറ്റ് തിയോഡോലൈറ്റും. ഒന്നുമില്ല, ട്രാൻസിറ്റ് മീൻ ചെയ്യുന്നത് നമുക്കതിന് വെർട്ടിക്കൽ പ്ലെയിനിൽ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ടെലസ്കോപ്പിനെ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാം ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ, അതാണെങ്കിൽ ട്രാൻസിറ്റും. അങ്ങനെ വെർട്ടിക്കൽ പ്ലെയിനിൽ നമുക്ക് ടെലസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതിനെ നോൺ ട്രാൻസിറ്റ് തിയോഡോലൈറ്റും എന്നാണ് പറയുന്നത്. ഫസ്റ്റ് പാർട്ടാണ് ലെവലിംഗ് ഹെഡ്. അതിൽ 2 പാരലൽ പ്ലേറ്റ്സും ഫുഡ് സ്ക്രൂസാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ഞാൻ ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്, ഫുൾ ഇൻസ്ട്രുമെൻറ്റ്. അതിൽ നമ്മുടെ ഈ ഒരു ലെവലിംഗ് ഹെഡിൻ്റെ പോർഷൻ മാത്രമാണ് ആ ഒരു ഫിഗറിൽ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അതിൽ ഈ 2 പ്ലേറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ട്രൈബ്രാക്ക് പ്ലേറ്റ് എന്നാണ് പറയുന്നത് കോമൺലി. അതിൽ അപ്പർ ട്രൈബ്രാക്ക് പ്ലേറ്റും ഉണ്ട്, ലോവർ ട്രൈബ്രാക്കും ഉണ്ട്. ലോവർ ട്രൈബ്രാക്കിനെ നമുക്ക് ട്രിവറ്റ്, ഫുഡ് പ്ലേറ്റ് ഒന്നും കൂടി വിളിക്കാൻ പറ്റും. അപ്പോൾ ഇത് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിനെ മൊത്തത്തിൽ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോർഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ പാരലൽ പ്ലേറ്റ്സും ഉണ്ട്, ഫുഡ് സ്ക്രൂസും ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ലെവലിംഗ് ചെയ്യാമെന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? നമ്മൾ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ഫീൽഡിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ ട്രൈപോഡിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ട് നമ്മളത് ലെവൽ ചെയ്തെടുക്കുന്ന പ്രോസസ്സൊക്കെ നമുക്ക് ഓർമ്മ വരുന്നുണ്ടല്ലോ. അതിൽ ഫുഡ് സ്ക്രൂസ് പാരലായിട്ട് നമ്മുടെ ബബിൾ ട്യൂബിന് വെച്ചിട്ട് ഇന്നറിലേക്കും ഔട്ടറിലേക്കും തിരിച്ചിട്ടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ലെവലിംഗ് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ തിയോഡോലൈറ്റിൻ്റെ വെർട്ടിക്കൽ ആക്സിസ് ട്രൂലി വെർട്ടിക്കലായിട്ട് നമുക്ക് കൊണ്ടുവരണം. ഓക്കെ, അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ലെവലിംഗ് ഹെഡ്. സെക്കൻഡ് വൺ, 2 സ്പിൻഡിൽസ്, അതായത് ഇന്നർ ആൻഡ് ഔട്ടർ സ്പിൻഡിൽ. അങ്ങനെ നമുക്ക് 2 ആക്സസ് 2 സെൻറ്റേഴ്സ് എന്നും കൂടി പറയാം. നമ്മുടെ ലെവലിംഗ് ഹെഡിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന പോർഷനാണ് ഈ സ്പിൻഡിൽ പറയുന്നത്. ഫസ്റ്റ് ഫിഗർ 1 നിങ്ങൾക്ക് നോക്കുക. അതിൽ കോണിക്കൽ ഷേപ്പിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഔട്ടറിലും ഇന്നറിലും, അതായത് ഔട്ടർ സ്പിൻഡിലും ഉണ്ട്, ഇന്നർ സ്പിൻഡിലും ഉണ്ട്. ഓക്കെ, ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഔട്ടർ പോർഷൻ നോക്കുക. അത് നമുക്ക് ഹോളോ ആയിട്ട് വരുന്ന ഒരു കോണിക്കൽ ഷേപ്പ്ഡാണ്, അതാണ് ഔട്ടർ സ്പിൻഡിൽ. ഇവ കണക്ട് ചെയ്യുന്നത് ആരുമായിട്ടാണ്? ലോവർ പ്ലേറ്റുമായിട്ടാണ്. ഓക്കെ, ഔട്ടർ സ്പിൻഡിൽ ഹോളോ ആണ്, കണക്ട് ചെയ്തിരിക്കുന്നത് ലോവർ പ്ലേറ്റുമായിട്ടാണ്. അതുപോലെ ഇന്നർ സ്പിൻഡിൽ സോളിഡായിട്ടാണ് നമുക്ക് കിട്ടുന്നത്, അതും കോണിക്കൽ ഷേപ്പ് തന്നെ, പക്ഷെ ഇത് കണക്ട് ചെയ്തിരിക്കുന്ന ആരുമായിട്ടാണ്? അപ്പർ പ്ലേറ്റ്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം നമുക്ക് മുകൾ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു 2 കോൺസെൻട്രിക് സർക്കിളായിട്ട് കാണാൻ പറ്റും. അതാണ് ഫിഗർ 2 ജസ്റ്റ് ഞാനൊന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഫിഗർ 1 ആണ് നിങ്ങൾ നോക്കേണ്ടത്. അതിൽ ഔട്ടർ സ്പിൻഡിലും ഇന്നർ സ്പിൻഡിലും, അത് ഔട്ടർ സ്പിൻഡിൽ ലോവർ പ്ലേറ്റുമായിട്ടും ഇന്നർ സ്പിൻഡിൽ അപ്പർ പ്ലേറ്റുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. മാറിപ്പോരുത്. ഓക്കെ, അതുപോലെ ഈ 2 സ്പിൻഡിലെയും ഒരു കോമൺ ആക്സിസ് ഉണ്ടാവുമല്ലോ, അതാണ് നമ്മുടെ തിയോഡോലൈറ്റിൻ്റെ വെർട്ടിക്കൽ ആക്സിസ് ഫോം ചെയ്യുന്നത്. അത് രണ്ടും കോയിൻസൈഡ് ആയിട്ടാണ് പോവുക, അതായത് രണ്ടും ഔട്ടർ സ്പിൻഡിലെയും ഇന്നർ സ്പിൻഡിലെയും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗറിന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത്രയും കാര്യമാണ് ഇതിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ലോവർ പ്ലേറ്റും അപ്പർ പ്ലേറ്റും ഉണ്ട്. ലോവർ പ്ലേറ്റും അപ്പർ പ്ലേറ്റും ഒക്കെ നമ്മൾ സാധാരണ റീഡിങ്സ് റീഡ് ചെയ്യാൻ, മെഷർമെൻറ്റ്, ഗ്രാജുവേഷൻസ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലോവർ പ്ലേറ്റ് പറയുന്നത് നമ്മളതിൽ മെയിൻ സ്കെയിലാണ് അതിൽ ക്യാരി ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള മെയിൻ സ്കെയിൽ, അതുകൊണ്ട് തന്നെ അത് നമ്മൾ മെയിൻ സ്കെയിൽ പ്ലേറ്റ് അല്ലെങ്കിൽ സ്കെയിൽ പ്ലേറ്റ് എന്നൊക്കെ വിളിക്കപ്പെടുന്നുണ്ട്. അതിലൊരു ഗ്രാജുവേറ്റഡ് റിങ് ഉണ്ടാവും, സർക്കുലർ ഷേപ്പിലൊരു ഗ്രാജുവേറ്റഡ് റിങ് ഉണ്ടാവും. അതിൽ 0 to 360 ഡിഗ്രി വരെയാണ് ഗ്രാജുവേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോവർ പ്ലേറ്റുള്ള ഈ ഒരു മെയിൻ സ്കെയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് സാധാരണ എല്ലാ എക്സാംസിനും റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. സൈസ് ഓഫ് തിയോഡോലൈറ്റ് മീൻ ചെയ്യുന്നത് ഡയമീറ്റർ ഓഫ് ലോവർ പ്ലേറ്റ് ആണ്.
ഓക്കെ, അത് മാറിപ്പോകരുത്. കാരണം ഓപ്ഷൻസിൽ ഡയമീറ്റർ ഓഫ് ലോവർ പ്ലേറ്റും ഉണ്ടാവാം, അപ്പർ പ്ലേറ്റും ആവാം. അപ്പോൾ കൺഫ്യൂഷൻസ് വരരുത്. ഓക്കെ, സൈസ് ഓഫ് തിയോഡലൈറ്റ് മീൻ ചെയ്യുന്നത് ഡയമീറ്റർ ഓഫ് ലോവർ പ്ലേറ്റ് ആണ്. അതിൻ്റെ ഒരു റേഞ്ച് പറയുന്നത് 8 to 12 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ അപ്പർ പ്ലേറ്റ്. അതിൽ വെർനിയർ സ്കെയിൽ ക്യാരി ചെയ്തിരിക്കുന്നത് അപ്പർ പ്ലേറ്റിലാണ്. ഓക്കെ, അതിനെ വെർനിയർ സ്കെയിൽ പ്ലേറ്റ് എന്നും കൂടി പറയാം. അതിൽ 2 വെർനിയേഴ്സ് A and B നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അതിലെ ഗ്രാജുവേഷൻസ് പറയുന്നത് 0 to 20 മിനിറ്റ് ആണ്. നെക്സ്റ്റ് വൺ ക്ലാമ്പിംഗ് സ്ക്രൂസ് ആൻഡ് ടാൻജൻറ്റ് സ്ക്രൂസ് ആണ്. ഓക്കെ, ഇതിൽ അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂസും ഉണ്ട്, ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂ ഉണ്ട്. ആ ഫിഗറിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അതിന് നമുക്ക് അറിയേണ്ടത്, നമ്മൾ സാധാരണ അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഔട്ടർ ആൻഡ് ഇന്നർ സ്പിന്നിൻ തമ്മിലുള്ള മൂവ്മെൻറ്റാണ് കൺട്രോൾ ചെയ്യുന്നത്. അതിൽ ഔട്ടർ ആൻഡ് ഇന്നർ സ്പിന്നിൽ അതുകൊണ്ട് തന്നെ അത് നമ്മൾ ടൈറ്റൻ ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിൽ അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ടൈറ്റൻ ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുമ്പം അതിൽ ആംഗിൾസ് മാറില്ല. ആംഗിൾ മാറാതെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, ലോവർ ക്ലാമ്പിംഗ് സ്ക്രൂ എന്ന് പറയുന്നത് ഔട്ടർ സ്പിന്നിലും അപ്പർ ട്രൈബ്രാക്ക് പ്ലേറ്റും തമ്മിലുള്ള മൂവ്മെൻറ്റാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവാം, നമ്മൾ ഇപ്പം റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് സെയിം മെഷർമെൻറ്റ് തന്നെ ആംഗിൾ മാറാതെ നമുക്ക് 360 ഡിഗ്രിയിലൊന്ന് റൊട്ടേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ ആണ് ടൈറ്റ് ചെയ്തിരുന്നത്. എന്നിട്ട് ലോവർ നമ്മളത് ലൂസ് ചെയ്യും. ലോവർ ലൂസ് ചെയ്താണ് നമുക്കത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുക ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ വരുന്നത്. പിന്നെ അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ടാൻജൻറ്റ് സ്ക്രൂസ് ആണ്. അത് സാധാരണ ഉപയോഗിക്കുന്നത് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഈ ചെയ്തിരിക്കുന്ന കാര്യങ്ങളിൽ തന്നെ, അതായത് അപ്പർ ക്ലാമ്പിംഗ് സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ അപ്പർ ടാൻജൻറ്റ് സ്ക്രൂസ് ഉണ്ട് അതിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ടാൻജൻറ്റ് സ്ക്രൂസ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഫൈൻ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതൊരു PYQ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എ ഫ്രെയിം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നൊരു പാർട്ടാണ്. നിങ്ങൾക്ക് ആ ഒരു തിയോഡലൈറ്റിൻ്റെ ഫിഗറിൽ A എന്ന ലെറ്റർ പോലെ കാണപ്പെടുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, നോക്കിയാൽ കണ്ടാൽ മനസ്സിലാവും. ഒരു A എന്ന ലെറ്റർ പോലെയാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. നമ്മുടെ അപ്പർ പ്ലേറ്റിന് മുകളിലായിട്ടാണ് അത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതാണ് എ ഫ്രെയിം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എന്ന് പറയപ്പെടുന്നത്. ഒന്നുമില്ല, ഈ ഒരു സാധനം നമ്മൾ ഈ ഒരു ഭാഗം കൊടുത്തിരിക്കുന്നത് ടെലസ്കോപ്പും വെർട്ടിക്കൽ സർക്കിളും ഇൻഡെക്സ് ഫ്രെയിമും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവ മൂന്നും എന്താണ് നമ്മൾ അടുത്ത ഇതിൽ നോക്കും. അപ്പം ടെലസ്കോപ്പ്, വെർട്ടിക്കൽ സർക്കിൾ, ഇൻഡെക്സ് ഫ്രെയിമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ഫ്രെയിം. അപ്പർ പ്ലേറ്റിന് മുകളിലാണിത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിനെയാണ് എ ഫ്രെയിം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ വെർട്ടിക്കൽ സർക്കിൾ, ടെലസ്കോപ്പ്. ഓക്കെ, നമ്മൾ എ ഫ്രെയിമിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പം വെർട്ടിക്കൽ സർക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഗ്രാജുവേറ്റഡ് റിംഗ് ഉണ്ടാവും വെർട്ടിക്കലി നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എന്തിനാണ്? വെർട്ടിക്കൽ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന മെയിൻ സ്കെയിലാണ് നമ്മുടെ വെർട്ടിക്കൽ സർക്കിൾ. അത് സാധാരണയായിട്ട് നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ ആണെങ്കിൽ, നമ്മുടെ ടെലസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ ആണെങ്കിൽ അതിൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നത് 0 ആയിരിക്കും. വെർട്ടിക്കൽ സർക്കിൾ റീഡ് ചെയ്യാൻ പറ്റുന്നത് 0 ആയിരിക്കും. അപ്പോൾ ആ ഒരു ജസ്റ്റ് ഒരു ഫിഗർ രണ്ടും കൂടിയുള്ള ടെലസ്കോപ്പും വെർട്ടിക്കൽ സർക്കിളും ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഫിഗറാണ് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടെലസ്കോപ്പ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒബ്ജക്റ്റ് സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് 2 ഐപീസ് ഉണ്ടാവും, 2 ലെൻസസ് ഉണ്ടാവും. 2 ലെൻസസ്, അതായത് ഐപീസും ഒബ്ജക്റ്റീവുമായിട്ട് 2 ലെൻസസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ക്രോസ് ഹെയർസ് ക്യാരി ചെയ്യുന്ന ഡയഫ്രോം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ വെർട്ടിക്കൽ സർക്കിളിൻ്റെ അത് സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ലൈൻ ഓഫ് സൈറ്റ് കണ്ടല്ലോ, അത് ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ നമുക്കതിൽ റീഡ് ചെയ്യാൻ പറ്റുന്നത് 0 ഡിഗ്രിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ അറിയേണ്ടുള്ളൂ. വെർട്ടിക്കൽ സർക്കിൾ എന്താണെന്നും ടെലസ്കോപ്പിൽ കാര്യമായിട്ട് നമുക്ക് 2 ലെൻസസ് ഉണ്ട്. ഒബ്ജക്റ്റ് സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നതെന്ന് അറിയാം. അതുപോലെ ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ മീൻ ചെയ്യുന്നത് വെർട്ടിക്കൽ സർക്കിൾ നമ്മൾ 0 റീഡ് ചെയ്യുന്ന സമയത്ത് ലൈൻ ഓഫ് സൈറ്റ് ഷുഡ് ഹൊറിസോണ്ടൽ ആയിരിക്കും. നെക്സ്റ്റ് വൺ ഇൻഡെക്സ് ഫ്രെയിം അല്ലെങ്കിൽ T ഫ്രെയിം. ഫിഗർ കണ്ടാൽ മനസ്സിലാവും നമുക്കതിനൊരു T എന്ന ഇംഗ്ലീഷ് ആൽഫബറ്റിനോട് സാമ്യമുണ്ട് അല്ലേ, അതുകൊണ്ടാണ് അത് T ഫ്രെയിം എന്നറിയപ്പെടുന്നത്. ഇത് നമുക്ക് ഡയറക്റ്റ് നമുക്ക് എന്താ പറയുക, നമ്മുടെ തിയോഡലൈറ്റ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല, കാരണം അതിൻ്റെ കേസിങ്ങിൻ്റെ ഉള്ളിലായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ഇതിൽ ഒരു ഹൊറിസോണ്ടൽ ആമും വെർട്ടിക്കൽ ലെഗും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ വെർട്ടിക്കൽ ലെഗിനെയാണ് നമ്മൾ ക്ലിപ്പിംഗ് ആം എന്ന് പറയും. ഹൊറിസോണ്ടൽ ആമിനെ നമ്മൾ ഇൻഡെക്സ് ആം അല്ലെങ്കിൽ വെർനിയർ ആം എന്നും കൂടി പറയും. അപ്പോൾ അതിൽ ഈ ഒരു ഇതിൽ വെർനിയേഴ്സ് മെഷർ ചെയ്യാൻ വേണ്ടി 2 വെർനിയേഴ്സ് 2 എൻഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും ഈ ഹൊറിസോണ്ടൽ ആമിൽ. ഇതിൽ ഇത്രയും കാര്യങ്ങളെ അറിയേണ്ടതുള്ളൂ. ഹൊറിസോണ്ടൽ ആമും വെർട്ടിക്കൽ ലെഗും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വെർട്ടിക്കൽ ലെഗിനെ നമ്മൾ ക്ലിപ്പിംഗ് ആം എന്നും ഹൊറിസോണ്ടൽ ആമിനെ നമ്മൾ ഇൻഡെക്സ് ആം അല്ലെങ്കിൽ വെർനിയർ ആം എന്നും പറയപ്പെടുന്നുണ്ട്. ലാസ്റ്റ് പ്ലേറ്റ് ലെവൽസ് ആൻഡ് ആൾട്ടിറ്റ്യൂഡ് ബബിൾ ട്യൂബ്. അപ്പം
പ്ലേറ്റ് ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ അപ്പർ പ്ലേറ്റിന് എബോവായിട്ട് കാണിച്ചിരിക്കുന്ന 2 പ്ലേറ്റ് ലെവൽസ് ഉണ്ടാവാം. രണ്ടും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയിരിക്കും. ഇപ്പം നമ്മൾ ലെവലിംഗ് ചെയ്യുന്ന സമയത്താണ് ഇത് നമ്മൾ ഇതിലുള്ള ബബിൾസ് നമ്മൾ സെൻറ്റർ ആക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് അല്ലേ. അതിൽ ഒന്ന് നമ്മൾ ഹൊറിസോണ്ടൽ ആക്സിസിന് പാരലായിട്ട് കെപ്റ്റ് ചെയ്യുമ്പം അടുത്ത് എന്തായിരിക്കും അതിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പം ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഇൻസ്ട്രുമെൻറ്റ് ലെവൽ ചെയ്തിരിക്കുന്നത് ഫുഡ് സ്ക്രൂസ് വെച്ചിട്ട്. ഓക്കെ. ദെൻ ആൾട്ടിറ്റ്യൂഡ് ബബിൾ ട്യൂബ് എന്ന് പറയുന്നത് ഇൻഡസ് ഫ്രെയിമിനും മുകളിലായിട്ട് വരുന്നത്, ഏറ്റവും മുകളിൽ അപ്പറിൽ കാണപ്പെടുന്നതാണ് ആൾട്ടിറ്റ്യൂഡ് ബബിൾ ട്യൂബ്. നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ ആവണമെങ്കിൽ ഇതിലുള്ള ബബിള് സെൻട്രലായിരിക്കണം. അതിലെന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ ബബിള് സെൻട്രലായിരിക്കില്ല. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പാർട്സ് ഓഫ് തിയോഡലൈറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താങ്ക് യു.